ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുക ഓസ്ട്രിയ എന്ന രാജ്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ കടന്നു പോകുന്നത് ഓസ്ട്രിയയിലൂടെയാണ്. നല്ല പച്ചപ്പാണ് കേട്ടോ. നമ്മുടെ ആ ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ ഒക്കെ ഒരു വൈബ് തന്നെയാണ് ഇവിടെയും വരിക. കാരണം ആൽപ്സ് മൗണ്ടൻ ആണ് കേട്ടോ ഈ മുകളിലായിട്ട് കാണുന്നതെല്ലാം. ആൽപ്സ് മൗണ്ടൻ്റെ ഭാഗമാണ്. അതിൻ്റെ ചെറിയ ഉയരം കുറഞ്ഞ മലകളാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിലായി നമുക്ക് ചെറിയ ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്നത് കാണാം. പിന്നെ അടിയിലൊക്കെ ലോൺ പോലുള്ള ഭാഗങ്ങളാണ്, ചെറിയ ഗ്രാസ് ആണ്, ചെറിയ ബുഷസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ ഇൻസ്ബ്രൂക്കിലേക്ക് പോവുകയാണ്. ആ വഴിയാണ് കേട്ടോ കാണുന്നത്. ദൂരെ നോക്കിയ കെട്ടിടങ്ങളൊക്കെ കാണാം. അപ്പം അങ്ങനെ ഇവിടെ ഒന്ന് രണ്ട് ഫാംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഫാക്ടറീസ് ഉണ്ട്. നമ്മൾ ഈ ഫാം പ്രൊഡക്ട്സ് കളക്ട് ചെയ്യുന്ന ഫാക്ടറീസ് ഒക്കെ ദൂരെ കാണാം. അപ്പം അത്തരത്തിൽ ഇതാ പോകുന്നൊരു വഴിയാണ്. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ ഇത് സന്ധ്യ മയങ്ങാൻ നേരമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിലേക്കാണ് പോവുക. ഹോട്ടലിൽ സ്റ്റേ ചെയ്ത ശേഷമാണ് നമ്മൾ ഇൻസ്ബ്രൂക്ക് എന്ന സിറ്റി കാണാൻ പോവുക. ചെറിയ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ സ്ക്രീനിൽ ഇങ്ങനെ പൊട്ട് പോലെ ഇങ്ങനെ വരുന്നത്. കണ്ടോ തുള്ളി വീഴുന്നുണ്ട്. അത് മഴയാണ്. ഓക്കെ, ഇനി ഓസ്ട്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിറ്റ്ലർ ജനിച്ച നാടാണ് ഓസ്ട്രിയ. അദ്ദേഹത്തിൻ്റെ ഈ നാസി ജർമ്മനി ഭരണകാലം, ആ സമയത്ത് ഓസ്ട്രിയ ജർമ്മനിയുടെ കീഴിലായിരുന്നു. അന്ന് ഓസ്ട്രിയ ഹിറ്റ്ലർ ഭരിച്ച് മുട്ടിച്ച് ഇവിടുത്തെ ജനങ്ങളെ പാതാളത്തിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെ പറയണം. എന്തായാലും ഓസ്ട്രിയ എന്ന പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് അൺഫോർച്ചുനേറ്റ്ലി കടന്നു വരുന്നത് ഈ ഇദ്ദേഹത്തിന്റെ ചിത്രമാണ് എന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇത് സാധാ ഞാൻ സ്റ്റേ ചെയ്യുന്ന പോലുള്ള ഒരു ഹോട്ടലല്ല. ഇതൊരു ഫുള്ളി വുഡൻ ക്ലാസിക് ഹോട്ടലാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എല്ലാ ഭാഗവും എൻറ്റയർ റൂം വുഡൻ ആണ്. അതുപോലെ ഇവർക്കൊരു ചെറിയ ബാൽക്കണി ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വുഡൻ. കണ്ടോ, ചെയർ കിടക്കുന്നു. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഐ ഹാവ് നത്തിങ് എൽസ് ടു സേ. പിന്നെ ഇതാണ് ഇതിന്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. കണ്ടോ എന്ത് രസം. ഈ ബാൽക്കണിയുടെ വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ഒരു സിപ്പ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഓ മൈ ഗുഡ്നസ്, ദാറ്റ് വിൽ ബി എ ഹെവൻലി എക്സ്പീരിയൻസ് ഫോർ അസ്. സോ അത്ര അമേസിംഗ് ആണ്. നല്ല നേച്ചുറൽ ബ്യൂട്ടിയാണ്. ഇങ്ങനെ മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീ പോലുള്ള പൈൻമരങ്ങളൊക്കെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഇൻസ്ബ്രൂക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഇൻസ്ബ്രൂക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഓസ്ട്രിയയുടെ വിയറ്റ്ന ക്യാപിറ്റൽ സിറ്റിയെ പോലെയല്ല. ഇത് കുറച്ചുകൂടി ഒരു ഓൾഡൻ സ്റ്റൈലാണ് ഇവിടുത്തെ ഒരു ടൗൺ വരിക. പിന്നെ അതല്ല അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഈ ഇൻസ്ബ്രൂക്കിനെ വിളിക്കുന്നത് ക്യാപിറ്റൽ ഓഫ് ആൽപ്സ് അഥവാ ഹാർട്ട് ഓഫ് ആൽപ്സ് എന്നാണ്. കാരണം ഇത് ആൽപ്സ് മൗണ്ടൻ റേഞ്ചിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്പെഷ്യാലിറ്റി മൂലമാണ് ഇൻസ്ബ്രൂക്കിൽ ഒരുപാട് തവണ വിന്റർ ഒളിമ്പിക്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് ഇൻസ്ബ്രൂക്കിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഇൻ റിവറിന് ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ ഈ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളെ കണ്ടാണ് കേട്ടോ പോകുന്നത്. ചുറ്റും നല്ല മരങ്ങളും കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഇതാണ് നമ്മളിന്ന് പോകുന്ന വഴി. ഇനി ഈ കാണുന്നത് കണ്ടോ, ഇതാണ് നെയ്ക്കഡ് ജീസസ് എന്ന സ്റ്റാച്ചു. 2007 റൂഡി വാഹ് എന്ന സ്കൾപ്റ്റർ നിർമ്മിച്ചതാണ്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്റ്റാച്ചു ആണ് കേട്ടോ അത്. ഓക്കെ, സോ നമ്മളിപ്പോൾ നടക്കുന്നത് എഗെയിൻ ഇൻസ്ബ്രൂക്കിന്റെ ഒരു സെൻട്രൽ ഭാഗത്തോടെയാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത് സിറ്റിയുടെ വേറൊരു ഭാഗമാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ഇന്നൊരു സംഭവം കാണാൻ പോവാണ്. ഈ സിറ്റിയിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. ഒന്നൊരു ഗോൾഡൻ റൂഫ്, മറ്റൊന്നെന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ മ്യൂസിയം ആണ്. അപ്പോൾ ക്രിസ്റ്റൽ മ്യൂസിയം നമ്മൾ ഇപ്പോൾ കാണുന്നില്ല, അടുത്ത വീഡിയോയിലാണ് കാണുക. അത് കുറേ ഡീറ്റെയിൽസ് പറയാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ നമ്മളിപ്പോൾ നടക്കുന്നത് ഗോൾഡൻ റൂഫ് കാണാനായിട്ടാണ് പോവുക. ഇത് കണ്ടോ, ദേ കാണുന്നു, ഇതാണ് ഗോൾഡൻ റൂഫ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഗോൾഡൻ എന്ന് വിളിക്കാൻ കാരണം, ഈ റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 2600 കൂടുതൽ ഈ സ്വർണം പൂശിയ കോപ്പർ ടൈൽസ് വെച്ചിട്ടാണ് ഇത് റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1500 നിർമ്മിച്ചതാണ്. അന്നത്തെ ഇവിടുത്തെ ചക്രവർത്തി ആയിരുന്ന മാക്സിമിലിയൻ ദ ഫസ്റ്റ് വിവാഹം കഴിച്ചപ്പോൾ തനിക്കും തന്റെ പങ്കാളിക്കും കൂടെ ഈ റൂഫിൽ നിന്ന് താഴെ നടക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ കാണാനായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ. നല്ല മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ള ഒരു ഗോൾഡൻ റൂഫാണ്. സോ ബ്യൂട്ടിഫുൾ. അടുത്തത് ഞാൻ പറഞ്ഞു ഒരു ക്രിസ്റ്റൽ മ്യൂസിയം ആണെന്ന്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ബൈ.